വെൽക്കം ടു അവർ എക്കണോമിക്സ് ക്ലാസ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ പുതിയൊരു എക്കണോമിക്സ് ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി സ്റ്റാറ്റിയിലുള്ള മൂന്നാമത്തെ ചാപ്റ്ററാണ് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ. എന്താണ് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ? ഡാറ്റകളുടെ വ്യവസ്ഥപ്പെടുത്തൽ അല്ലെങ്കിൽ ദത്തങ്ങളുടെ വ്യവസ്ഥപ്പെടുത്തൽ. എന്താണ് ദത്തം എന്ന് പറഞ്ഞാൽ ഡാറ്റ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. എന്തൊക്കെ ഡിസ്കസ് ചെയ്ത് നോക്കാം. ഒന്നാമത് നമ്മൾ റോ ഡാറ്റ എന്താണെന്ന് പറഞ്ഞു. ദെൻ ക്ലാസിഫിക്കേഷൻ അഥവാ തരംതിരിക്കൽ എന്താണെന്ന് പറഞ്ഞിരുന്നു ഒന്ന്. ദെൻ ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഫസ്റ്റ് വൺ ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ അഥവാ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള തരംതിരിവ്. രണ്ടാമത്തത് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ കാലക്രമം അനുസരിച്ചുള്ള തരംതിരിവ്. ദെൻ മൂന്നാമത്തത് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ഗുണാത്മകമായ തരംതിരിവ്. നാലാമത്തത് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ പരിമാണാത്മകമായ തരംതിരിവ്. അപ്പോൾ ഈ നാലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ എന്താണ് ക്ലാസിഫിക്കേഷൻ എന്നും ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻസും. ഓക്കെ, അപ്പോൾ ഈ നാല് ഇമ്പോർട്ടൻ്റ് ആണ്. 4 പോയിൻറ്റും പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ അത് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞ മറ്റൊരു ഭാഗമായിരുന്നു വേരിയബിൾസ്. പ്രധാനമായിട്ടും 2 വേരിയബിൾസാണ് നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞത്. കണ്ടിന്യൂസ് വേരിയബിൾസും അഥവാ സന്തത ചരങ്ങൾ, ദെൻ ഡിസ്ക്രീറ്റ് വേരിയബിളും അസന്തത ചരങ്ങൾ. ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞതാണ്, അതുകൊണ്ടാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കേട്ടോ. ഇനി സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ് നോക്കാം ഏതൊക്കെയാണ്. ഫസ്റ്റ് വൺ ഇൻഡിവിജ്വൽ സീരീസ്, സെക്കൻഡ് വൺ ഡിസ്ക്രീറ്റ് സീരീസ്, തേർഡ് വൺ കണ്ടിന്യൂസ് സീരീസ്. അപ്പോൾ 3 സീരീസാണുള്ളത്: ഇൻഡിവിജ്വൽ, ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ്. ഇത്രയും ഭാഗങ്ങളാണ് കഴിഞ്ഞ ഭാഗം നമ്മൾ ക്ലാസ് എടുത്ത് നിർത്തിവെച്ചത്. ഇനി നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ കോംപ്രഹെൻസീവ് വേ ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് റോ ഡാറ്റ ഓഫ് എ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ. once again, a frequency distribution is a comprehensive way of classification of raw data of a quantitative variable. എന്താ അങ്ങനെ പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞതിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഭാഗം ഞാൻ പറഞ്ഞിരുന്നത്, നമ്മൾ ഓരോ ഡാറ്റാസിനെയും എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അളവുകളെ ക്രമപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കിയെടുക്കുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫ്രീക്വൻസി എന്ന് പറയുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ ഒരു സൂചന തരികയും കുറച്ച് സംഖ്യകൾ വെച്ചിട്ട് കാണിച്ചു തരികയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നിരീക്ഷണങ്ങളുടെ പ്രാധാന്യമനുസരിച്ച് വർഗീകരിക്കപ്പെട്ട ഡാറ്റയുടെ എന്താണ് വിന്യാസമാണ്. എന്നൊരു പറയാം, നിരീക്ഷണങ്ങളുടെ പ്രാധാന്യം എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കണ്ടെത്തിയ ആ ഓരോ നമ്പേഴ്സിനെയും കൂടെ കൂട്ടിയിട്ട് നമ്മൾ അതിലുണ്ടാകുന്ന ആ എണ്ണം തിട്ടപ്പെടുത്തുന്നതാണ് ശരിക്കും ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഹൗ ടു പ്രിപ്പയർ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് ഇവിടെയാണ് മനസ്സിലാക്കാനുള്ളത് എങ്ങനെയാണ് നമ്മളൊരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാക്കേണ്ടതെന്നും ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാക്കുമ്പോൾ പ്രധാനമായിട്ടും അതിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ. ഫസ്റ്റ് വൺ, നമ്പർ ഓഫ് ക്ലാസ്സസ്. അപ്പോൾ എത്ര ക്ലാസ്സുകൾ വേണം എന്നുള്ളതും ഏത് രീതിയിലാണ് നമ്മൾ ക്ലാസ്സസ് തയ്യാറാക്കേണ്ടതെന്നും നമ്മളവിടെ എന്ത് ചെയ്യണം, തീരുമാനിക്കണം. പിന്നീട് ക്ലാസ് ഇൻ്റർവെല്ലാണ്. ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനുള്ള ഗ്യാപ്പ്, അപ്പോൾ ഈ ക്ലാസ്സുകൾ തമ്മിലുള്ള ഗ്യാപ്പ് ഇപ്പോൾ 10 to 20, 10 തൊട്ട് 20 വരെ, 20 to 30, 20 തൊട്ട് 30 വരെ, അങ്ങനെ തീരുമാനിക്കും നമ്മൾ ക്ലാസ് ഇൻ്റർവെൽ. നമുക്കിത് കറക്റ്റായിട്ട് ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ക്ലാസ് ഇൻ്റർവെൽ കാണാനുള്ള ഇക്വേഷനാണ് റേഞ്ച് ബൈ നമ്പേഴ്സ് ഓഫ് ക്ലാസ്സസ്. റേഞ്ച് ബൈ നമ്പേഴ്സ് ഓഫ് ക്ലാസ്സസ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ചെയ്ത് പഠിക്കണം. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഓരോന്നിൻ്റെയും തിയറി ഒന്ന് മനസ്സിലാക്കുക. ദെൻ മൂന്നാമത് ഡിറ്റർമിനേഷൻ ഓഫ് ക്ലാസ് ലിമിറ്റ്. നമുക്ക് ക്ലാസ്സിന് പരിധി നിർണ്ണയിക്കണം. അപ്പോൾ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കണ്ടിന്യൂസ് സീരീസിലെ ക്ലാസ് ഇൻ്റർവെല്ലായി സെലക്ട് ചെയ്തിട്ട് എക്സ്ക്ലൂസീവ് മെത്തേഡിലോ ഇൻക്ലൂസീവ് മെത്തേഡിലോ നമ്മൾ തീരുമാനിക്കുന്നതാണ്. അപ്പോൾ എക്സ്ക്ലൂസീവ് മെത്തേഡും ഇൻക്ലൂസീവ് മെത്തേഡും എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. എന്താണ് എക്സ്ക്ലൂസീവ് മെത്തേഡ്? ഒരു എക്സ്ക്ലൂസീവ് മെത്തേഡ് ആണെങ്കിലും ഇൻക്ലൂസീവ് മെത്തേഡ് ആണെങ്കിലും നമ്മൾ ക്ലാസ് ഇൻ്റർവെൽ തയ്യാറാക്കുമ്പോൾ അതിനൊരു മെത്തേഡുകളുണ്ട്, അതിനൊരു രീതിയുണ്ട്. അപ്പോൾ എക്സ്ക്ലൂസീവ് മെത്തേഡിലാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 10 to 20, 20 to 30, 30 to 40. 10 എന്ന് പറയുന്നതാണ് ലോവർ ലിമിറ്റ്.
20 എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റ്. ഓക്കെ, ലോവർ ലിമിറ്റ് ആൻഡ് അപ്പർ ലിമിറ്റ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എക്സ്ക്ലൂസീവ് മെത്തേഡിലാണ് നമ്മൾ ക്ലാസ് ഇൻ്റർവെൽ തയ്യാറാക്കുന്നത് എന്നെങ്കിൽ അപ്പർ ലിമിറ്റിൽ അവസാനിച്ച് ഫസ്റ്റത്തേൻ്റെ അപ്പർ ലിമിറ്റിൽ അവസാനിച്ചതായിരിക്കും നെക്സ്റ്റ് ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റിൽ തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും 10 to 20 അവസാനിച്ചു. ആ 20 തന്നെയാണ് അടുത്തത് തുടങ്ങിയത് എന്ന് വെച്ചാൽ മുകളിൽ അവസാനിച്ച സെയിം സംഖ്യയായിരിക്കും തൊട്ട് താഴെ വരുന്നത്. അതാണ് എക്സ്ക്ലൂസീവ് മെത്തേഡ്. എക്സാമ്പിൾ പറയാം 0, 10, 10, 20, 20, 30, 0, 100, 100, 200 എന്ന് വെച്ചാൽ ഏതാണോ അവസാനിച്ചത് അതന്നെ ആയിരിക്കും തൊട്ടടുത്ത സംഖ്യയായിട്ട് തുടങ്ങാം. ഇനി നെക്സ്റ്റ് ഇൻക്ലൂസീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നേരെ തിരിക്കുക. കാരണം അപ്പർ ലിമിറ്റിൽ അവസാനിച്ചത് അല്ല തൊട്ടടുത്ത ലോവർ ലിമിറ്റിൽ തുടങ്ങാം. അപ്പോൾ എക്സാമ്പിൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 10 to 19, 19 അവസാനിച്ചത്. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് 19 തുടങ്ങിയത്? അല്ല, തൊട്ടടുത്ത സംഖ്യയാണ് തുടങ്ങിയത്. അപ്പോൾ അപ്പർ ലിമിറ്റിൽ അവസാനിച്ചതിൻ്റെ തൊട്ടടുത്തുള്ള സംഖ്യയായിരിക്കും ഇൻക്ലൂസീവ് മെത്തേഡിലാണെന്നുണ്ടെങ്കിൽ തുടങ്ങും. അപ്പം എക്സ്ക്ലൂസീവ് ഇൻക്ലൂസീവ് തമ്മിലുള്ള വ്യത്യാസം എഴുതൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒന്ന് കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും വരിക, മറ്റേതെന്തായിരിക്കും അതിന് തൊട്ടടുത്തുള്ള സംഖ്യ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 14, 42, 9, 27, 10, 33, 34, 40, 41, 15, 8, 35, 24, 28 എന്ന് വെച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നിങ്ങൾ എക്സ്ക്ലൂസീവ് മെത്തേഡും ഇൻക്ലൂസീവ് മെത്തേഡും എങ്ങനെ ടേബിൾ തയ്യാറാക്കാൻ നോക്കാം. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് എക്സ്ക്ലൂസീവ് മെത്തേഡിലാണ്. അപ്പോൾ നമുക്ക് നേരത്തെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ആ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കിയതാണിത് എക്സ്ക്ലൂസീവ് മെത്തേഡിൽ. 0 to 10. അപ്പോൾ തന്ന സംഖ്യയിൽ 0 തൊട്ട് 10 വരെയുള്ള സംഖ്യ എത്ര ഉണ്ടെന്ന് നമ്മൾ എണ്ണി നോക്കണം. നിങ്ങൾ ഈ ടാലി മാർക്ക് ഇട്ടാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ പണ്ടൊക്കെ കളിക്കുമ്പോൾ ഇങ്ങനെ നിങ്ങൾ മാർക്ക് ഇട്ടിട്ട് 5 ആകുമ്പോൾ വെട്ടും. അതിനെയാണ് നമ്മൾ ടാലി മാർക്ക് എന്ന് പറയുന്നത്. എന്നിട്ട് എത്രണ്ണം കിട്ടി അതിനെ നമ്മൾ എഴുതി കൊടുക്കും. അതാണ് ഫ്രീക്വൻസി. ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ 0 ഇപ്പോൾ നേരത്തെ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ 0 തൊട്ട് 10 വരെ ഉള്ള സംഖ്യ എത്ര ഉണ്ട് നോക്കുക. അപ്പോൾ ഇതിൽ 2. 10 മുതൽ 20 വരെ ഉള്ള സംഖ്യ എത്ര ഉണ്ട് നോക്കുക. 5. 20 മുതൽ 30 വരെ എത്രയുണ്ട് നോക്കുക. 3. നല്ല സിമ്പിളായിട്ട് നമുക്ക് കണക്കാക്കാം. ഓരോന്നിങ്ങനെ എണ്ണി നോക്കിയാൽ മതി. ഈ നെക്സ്റ്റ് ഇൻക്ലൂസീവ് മെത്തേഡും ഇതേപോലെ തന്നെയാണ്, സെയിം ആൻസർ തന്നെയാണ്. പക്ഷെ നമ്മൾ ആ ക്ലാസ് ഇൻ്റർവെൽ കൊടുക്കുന്നിടത്ത് എന്തുണ്ട്, ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ക്ലാസ് ഇൻ്റർവെൽ നേരത്തെ കൊടുത്തത് 0, 10, 10, 20 എന്നായിരുന്നു. ഇവിടെ എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്? 0, 9, പിന്നെ തൊട്ടടുത്ത സംഖ്യ 10, 19, 20, 29. അപ്പോൾ രണ്ടും തമ്മിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എക്സ്ക്ലൂസീവ് മെത്തേഡും ഇൻക്ലൂസീവ് മെത്തേഡും. അപ്പോൾ എങ്ങനെയാണ് ടാലി മാർക്ക് കിട്ടുക എന്നുള്ള കൺഫ്യൂഷൻ വരണ്ട. നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യനിൽ ഒരുപാട് സംഖ്യകൾ തന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ഒരു പേപ്പറിൽ എഴുതാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഈ ക്ലാസ് ഇൻ്റർവെല്ലൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യണത്. അപ്പം ഈ 0 തൊട്ട് 9 വരെയുള്ള സംഖ്യകൾ എത്ര ഉണ്ട് നമ്മളിങ്ങനെ വെട്ടി നോക്കുക. അപ്പോൾ നമുക്ക് എത്ര എണ്ണം കിട്ടുന്നു അതാണ് ഈ ടാലി മാർക്കായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ആ ടാലി മാർക്ക് എണ്ണി നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ഫ്രീക്വൻസി കിട്ടും. എന്നിട്ട് നമ്മൾ ഈ ഫ്രീക്വൻസിനെ ഒന്നായിട്ട് കൂട്ടി നോക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ടോട്ടൽ ഫ്രീക്വൻസി കിട്ടുന്നത്. വളരെ സിമ്പിളാണെന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ടാലി മാർക്ക് എങ്ങനെ കൊടുക്കുക എന്നുള്ളത് ഇനി അറിയാത്ത ആൾക്കാർക്ക് ഇപ്പം 10 സംഖ്യകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ 10 സംഖ്യകൾ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള സംഖ്യകൾ ഏതൊക്കെ, അതേപോലെ തന്നെ ഈ സംഖ്യകൾക്കിടയിൽ ഇപ്പോൾ 0-ൻ്റെയും 10-ൻ്റെയും ഇടയിലുള്ള സംഖ്യകൾ ഏതൊക്കെ എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, എണ്ണി നോക്കിയിട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. 5 വെട്ടുക. എന്നിട്ട് നമ്മളത് അവസാനം എണ്ണി നോക്കുമ്പോൾ എത്ര എണ്ണമുണ്ടോ അതാണ് ഫ്രീക്വൻസി. അങ്ങനെ ഓരോ ടേബിളും നമുക്ക് തയ്യാറാക്കാൻ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ നമ്മളിവിടെ പഠിക്കാനുള്ള മറ്റൊന്നാണ് ഫ്രീക്വൻസി അറേ. അപ്പോൾ നമ്മൾ ഫ്രീക്വൻസി ടേബിളാണ് പറഞ്ഞത്. ടാലി മാർക്ക് കൊടുത്തിട്ട് നിങ്ങളോട് ഫ്രീക്വൻസി ടേബിൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ നമ്മൾ ഇതേപോലെയാണ് ചെയ്യേണ്ടത്. ഇനി എന്താണ് ഫ്രീക്വൻസി അറേ എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൻ്റെ കൂടെയുള്ള നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള ഡാറ്റ ക്ലാസിഫിക്കേഷൻ ഫോർ എ ഡിസ്ക്രീറ്റ് വേരിയബിൾ ഈസ് നോൺ ആസ് ഫ്രീക്വൻസി അറേ. Once again,
ഫ്രീക്വൻസി അറേ എന്ന് പറഞ്ഞാൽ ഡാറ്റ ക്ലാസിഫിക്കേഷൻ ഫോർ എ ഡിസ്ക്രീറ്റ് വേരിയബിൾ നോൺ ആസ് ഫ്രീക്വൻസി അറേ. ഇപ്പം നമ്മൾ പഠിച്ചത് എങ്ങനെയാണ്? ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് എങ്ങനെ, ഇൻക്ലൂസീവ് മെത്തേഡിലോ എക്സ്ക്ലൂസീവ് മെത്തേഡിലോ ആണ്. എന്ന് വെച്ചാൽ 0 to 10, 10 to 20, 20 to 30 അല്ലേ, അങ്ങനെയല്ലേ? ഒരു ക്ലാസ് ഇൻ്റർവെല്ലിൽ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഞാനിപ്പോൾ ഫ്രീക്വൻസി ടേബിൾ എങ്ങനെയാണെന്ന് തയ്യാറാക്കാൻ പറഞ്ഞത്. പക്ഷേ ഫ്രീക്വൻസി അറേ നമ്മൾ തയ്യാറാക്കുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഫ്രീക്വൻസി അറേ നമ്മൾ തയ്യാറാക്കുമ്പോൾ അത് ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെയാണ് ഫ്രീക്വൻസി അറേ തയ്യാറാക്കാൻ നോക്കുക. വളരെ അതിനും വലിയ ഇതാണ്. അതിന് നമ്മൾ ക്ലാസ് ഇൻ്റർവെൽ തയ്യാറാക്കണ്ട, മിഡ് പോയിൻ്റ് നോക്കണ്ട, ലിമിറ്റ് നോക്കണ്ട, ഒന്നും നോക്കണം. നമുക്ക് തന്നിട്ടുള്ള സംഖ്യകൾ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കറക്റ്റ് ചെയ്യുക. എന്നിട്ട് ആ സംഖ്യകൾ എത്ര ഉണ്ട് നോക്കാം. വളരെ സിമ്പിളാണ്. അപ്പോൾ 1 നിങ്ങൾ കുറേ സംഖ്യ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് നമ്പറുകൾ തന്നിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞു, അതിലുള്ള ഓരോ സംഖ്യകൾ ഒന്നെങ്കിൽ നിങ്ങൾ ഓർഡർ ആക്കിയിട്ട് കറക്റ്റ് ആക്കിയിട്ട് എഴുതുക. എന്നിട്ട് ആ ഒരു സംഖ്യ എത്ര തവണ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ എഴുതി കൊടുക്കുക. ഇവിടെ നമുക്ക് ടാലി മാർക്കോ അല്ലെങ്കിൽ ക്ലാസ് ഇൻ്റർവെല്ലോ ഒന്നും വേണ്ട. ടാലി മാർക്ക് നിങ്ങൾക്ക് കൊടുക്കാം, പക്ഷേ ക്ലാസ് ഇൻ്റർവെല് വേണ്ട. അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതേപോലെയാണ് നമ്മൾ ഫ്രീക്വൻസി അറേ തയ്യാറാക്കുക. നോക്കാം. ഇനി നമുക്ക് പറയാനുള്ളത് അടുത്തത് ബൈവേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ബൈവേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ സിംഗിൾ വേരിയബിൾ ഈസ് കോൾഡ് യൂണിവേരിയേറ്റ്. സിംഗിളാണ് വേരിയബിൾ എങ്കിൽ അല്ലെങ്കിൽ ഏകചരം മാത്രമാണ് എന്നുണ്ടെങ്കിൽ അതിനെ യൂണിവേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്നും, അതേപോലെ തന്നെ 2 ചരങ്ങൾ 2 വേരിയബിൾസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിനെ ബൈവേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്നും കൂടെ പറയുന്നുണ്ട്. അപ്പം എന്താണ് ബൈവേരിയേറ്റും എന്താണ് യൂണിവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ ടേബിൾ ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതേപോലെ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എന്ന് വെച്ചാൽ ഒരു സൈഡിൽ മാത്രമേ നമുക്ക് ക്ലാസ് ഇൻ്റർവെൽ പോലെ തന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ യൂണിവേരിയേറ്റ് എന്നും, 2 സൈഡിലും നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ബൈവേരിയേറ്റ് എന്നും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അതെങ്ങനെ നമ്മൾ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് എങ്ങനെയാണ് ഇതിന് ഓരോ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാക്കുക എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം. അത് കറക്റ്റായിട്ട് ചെയ്യുന്നത് പറഞ്ഞു തരാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പോയിൻറ്റ്സുകൾ എന്നുള്ളത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ പ്രോബ്ലംസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഫ്രീക്വൻസി തയ്യാറാക്കുന്നത്, ഫ്രീക്വൻസി അറേ തയ്യാറാക്കുന്നത്, ഫ്രീക്വൻസി ടാലി മാർക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാക്കുന്നത്, അതെല്ലാമാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇത്രയും സിമ്പിളാണ് ഈ ചാപ്റ്റർ. അപ്പോൾ ഇനി ഞാൻ ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ്റെ ടേബിളൊന്ന് കാണിച്ചു തരാം, അതൊന്ന് നോക്കുക നിങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള ബൈവേരിയേറ്റ് യൂണിവേരിയേറ്റിൻ്റെ ആ ഒരു ഇതും കൂടെ നമ്മുടെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ ടേബിൾ. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താണ് ക്ലാസിഫിക്കേഷൻ, ഡിഫറൻസ് തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ, കാരണം വേരിയബിൾസ്, സീരീസ്, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ഫ്രീക്വൻസി ടേബിൾ, അതേപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഫ്രീക്വൻസി അറേ, ബൈവേരിയേറ്റ് ഫ്രീക്വൻസി. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഇതിൽ പ്രധാനമായിട്ട് ക്വസ്റ്റ്യൻ വരൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ ടേബിൾ തയ്യാറാക്കാണ്. നമുക്ക് തന്നിട്ടുള്ളതിനെ ക്ലാസ് ഇൻ്റർവെല്ലിൽ വെച്ചിട്ട് എക്സ്ക്ലൂസീവോ ഇൻക്ലൂസീവോ മെത്തേഡ് വെച്ചിട്ട് ചെയ്യുക. അതിൻ്റെ ടാലി മാർക്ക് കൊടുക്കുക, ഫ്രീക്വൻസി കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ടേബിൾ തയ്യാറാക്കുക. ഓക്കെ.